കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണം. ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ ചാമവളപ്പിൽ, തിരൂർ സതീഷ് വെളിപ്പെടുത്തിയ ഇടപാടുകളിലേക്ക്, വ്യക്തികളിലേക്ക് ഒക്കെ നീളുന്ന രീതിയിലായിരിക്കുമോ അന്വേഷണം? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സുജയ, നാളെ രാവിലെ 11 മണിക്ക് പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ VK രാജു തിരൂർ സതീഷിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പം മുമ്പാണ് അത്തരമൊരു നിർദ്ദേശം സതീഷിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തിരൂർ സതീഷ് ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തൽ നടത്തിയത്. BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ എത്തിച്ചു എന്നതാണ് പ്രധാനമായും ആ വെളിപ്പെടുത്തൽ. മാത്രമല്ല, നിരവധി നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നടക്കമുള്ള നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ചൊരു അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ തന്നെ തുടർ നടപടികളിലേക്ക് എടുക്കും. ആദ്യഘട്ടത്തിൽ തിരൂർ സതീശിനെ മൊഴിയെടുക്കും. അതിനുശേഷം BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളിലെ ഉൾപ്പെടെ നിരവധി പേരുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തലവൻ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ACP VK രാജുവായിരുന്നു. പക്ഷേ അതിനു മുകളിൽ DIGയെയും അതോടൊപ്പം തന്നെ എറണാകുളം DCP സുദർശനെയും നിയോഗിച്ചിട്ടുണ്ട്. സുദർശൻ്റെ നേതൃത്വത്തിലായിരിക്കും പ്രധാനമായും തുടരന്വേഷണം നടക്കുക. നാളെ 11 മണിക്ക് പോലീസ് ക്ലബ്ബിൽ തിരൂർ സതീഷ് ഹാജരാകും. എന്തൊക്കെ രേഖകൾ ഇനി ഹാജരാക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ കുഴൽപ്പണക്കടത്തുമായി ബന്ധപ്പെട്ട്, കൊടകര കേസുമായി ബന്ധപ്പെട്ട പുതിയ രേഖകളും തെളിവുകളും തൻ്റെ കൈവശമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരൂർ സതീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ചോദ്യം ചെയ്യാൻ ഹാജരാകുമ്പോൾ ഏതെല്ലാം രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ സമർപ്പിക്കുമെന്നത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു കൊടകര കുഴൽപ്പണ കേസ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പേർ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ അവരൊന്നും പ്രതികളായിരുന്നില്ല. ഇത് സംബന്ധിച്ചൊരു കുറ്റപത്രം നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിക്കും പോലീസ്. സുജയ, 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.